ദിവസത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിനിടയിലുള്ള വെള്ളിയാഴ്ച ദിവസത്തെ ജുമയ്ക്ക് പോയതെങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു സിനിമയെ മുഴുവനും ആവാഹിച്ചെടുത്തിട്ട് കറുത്ത ശബ്ദം വെള്ളമുണ്ടും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജുമയ്ക്ക് പോയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്ന വസ്ത്രത്തിന് നിറമേതായാലും ഔറത്ത് പറഞ്ഞാൽ മതി എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അത് അനുകരണത്തിന് വേണ്ടിയാണോ? അത് അനുകരണത്തിന് വേണ്ടിയാണോ? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വെച്ച് ഇത് കള്ളാണ് എന്ന് സങ്കല്പിച്ചു കുടിച്ചോ അതുപോലും ഹറാമാ ചെറുപ്പക്കാരോ. അപ്പൊ ഔറത്ത് മറക്കുന്നതിന്റെ പേരിൽ പാശ്ചാത്യനെ അനുകരിക്കുന്നത് മനസ്സുകൊണ്ട് കരുതിപ്പോയാ പിന്നെ നിനക്ക് നിന്റെ മുത്തുറസൂലാരാ ചെറുപ്പക്കാരാ? നിന്റെ മുത്തുറസൂലാരാ ചെറുപ്പക്കാരാ? തിരുവനന്തപുരം കാര്യവട്ടം കോളേജിന്റെ അകത്ത് റസിയ എന്ന് പറയുന്ന തസ്നീ ബഷീർ എന്ന് പറയുന്ന പൊന്നുമോള ശരീരത്തിലൂടെ വാഹനത്തിന്റെ ടയറ് പ്രേമമെന്ന് പറയുന്ന സിനിമയാകട്ടെ എന്ത് കോമാളിപ്പരമാകട്ടെ ആവാഹിച്ചെടുത്ത ഒരു വിഭാഗം ചെറുപ്പക്കാര് ആ വാഹനത്തെ പൊന്നുമോളുടെ ശരീരത്തിലൂടെ കയറ്റി കിടക്കുമ്പോ സാഹോദര്യത്തിന്റെ കേരളമല്ലേ? ആഘോഷത്തിന്റെ ഓണത്തിമറുപ്പിൽ ഞാൻ ക്യാമ്പസിലേക്ക് ചെന്നില്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളായ പാർവതിക്കും പൊന്നമ്മയ്ക്കും ഒക്കെ എന്ത് തോന്നിപ്പോകും. അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെങ്കിൽ പോലും എനിക്കവിടെ പോണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ക്യാമ്പസിലേക്ക് വന്ന തസ്നി എന്ന് പറയുന്ന ഈ മാറുള്ള പൊന്നുമോളെ കൊന്നൊടുക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആരാ കേസ് പറയാറുള്ളത്? ആരാ കോടതിയിൽ കയറാറുള്ളത്? ആരാണ് പണം കെട്ടിവെക്കാറുള്ളത്? പോയത് ബഷീറെന്ന് പ്രിയപ്പെട്ട പിതാവ് കാത്തു സൂക്ഷിച്ച ഈ മാനുള്ളതിന്റെ പ്രിയപ്പെട്ട മത്തയിട്ട ഭരതയിട്ട പൊന്നുമോളല്ലേ? അങ്ങനെ എത്ര ആഭാസങ്ങളാ, എത്ര ആഘോഷങ്ങളാ! കേവലം 2 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന സിനിമ ആവാഹിച്ചെടുത്തു പോയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചിന്തിക്കുമോനെ, ഇത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്താനുള്ളതല്ലേ? കേവലം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് ചെറുതായി പോയോ? പറയാൻ പറ്റുമോ? ഇത് മുത്ത് റസൂലിന്റെ സുന്നത്താത്ത് നിനക്ക് പറയാൻ പറ്റുമോ? ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരിയാന്ന് പറയാൻ പറ്റുമോ? അതിന് മാത്രം ഈ മാരികമായ ജീവിത ശൈലിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവരോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് കിടന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ വലിച്ചെറിയണ്ടേ? മുത്ത് ഹബീബ് ഹറാമാക്കിയ സ്വർണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചൂരിയിറങ്ങുന്നത് പ്രവാചകനോടുള്ള പ്രേമത്തിന്റെ പേരിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് കല്യാണം ഉറപ്പിക്കുമ്പോ പെണ്ണിന്റെ വാപ്പ കൊണ്ടുവരുന്ന സ്വർണ്ണമോതിരത്തിന് വേണ്ടി ഉളുപ്പില്ലാതെ വലത്തേ കൈയിന്റെ വിരൽ നീട്ടിക്കൊടുക്കുന്ന നീയാണോ ഇവിടെ വിപ്ലവത്തിന്റെ പണപ്പാട്ട് പാടുന്നവരെന്ന് വീമ്പിളക്കുന്നത്? പൊന്നുമോനെ യോഗ്യതയില്ലടാ. കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ മറന്ന് മണ്ണുവാരിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി 6 മണ്ണിന്റെ അകത്ത് കിടക്കുമ്പോ ചോദിക്കും ആരാണ് എന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയിട്ടോ ഈ പാവപ്പെട്ടവൻ നിങ്ങളെ സ്നേഹിക്കുന്നത്? ആരെന്ത് ആരോപണങ്ങൾ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളുടെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിനകത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഇന്നിവിടെ വന്നപ്പോ പറഞ്ഞല്ലോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉസ്താദേ ഉംറയ്ക്ക് പോകുമ്പോഴൊന്ന് പറയുമോ? എനിക്ക് പ്രത്യേകിച്ച് ഉംറ കുരുക്കുകളൊന്നുമില്ല, എന്നാൽ ഉസ്താദേ പോകുമ്പോഴൊന്ന് പറയുമോ? ആ മദീനയുടെ മുറ്റത്ത് ഞാനും ഒന്ന് നിൽക്കട്ടെ. ഉസ്താദ് ഒരു പൈസ പോലും മുടക്കണ്ട, ഞാൻ കഷ്ടപ്പെട്ട നാണയപ്പെട്ടുകളെ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്, എനിക്കൊന്ന് വരണം ഉസ്താദേ. പരിശുദ്ധ മക്കത്തും മദീനത്തും ഒന്ന് വരണമല്ലോ. കൽബിൽ കൊണ്ട് നടക്കുന്ന പ്രേമവാചനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യസ്ഥലത്തൊന്ന് പോകണമല്ലോ. ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെന്ന് തകത്തേക്ക് നോക്കുന്നത്. ഇവിടെയാ എന്റെ മുത്തിന്റെ പ്രകാശം വലുതുണ്ടോ? എന്റെ മുത്തിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന പട്ടവിടെയാ? ഇവിടെ എന്റെ മുത്ത് റസൂലിനെ കിടത്തിയിരിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റൂല. ആ ഗ്രില്ലിലൂടെ ചെറിയ ഒരു ഹോളുണ്ട്, അതിനകത്തൂടെ നോക്കി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന ഒരു പ്രേമത്തിന്റെ ആവാസ്യമായ അനുഭൂതിയുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത്. ഖുതുബുൽ അഖ്ദാബുൽ ഔസലാം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ 40 ദിവസമാണ് വാദിയന യദൈഹി അലാ സബിരിഹി മുനാജിയാ, 2 കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് അല്ലാഹു ശരീഫിന്റെ മുമ്പ്
മുഖത്ത് വന്ന് പൊട്ടിക്കരഞ്ഞത് നബിയേ, സമുദ്രത്തിന്റെ തിരമാലയേക്കാൾ എന്റെ പാപം കൂടുതലാണ് നബിയേ. എന്തേ അവരെങ്ങനെ പറഞ്ഞത്? പാപത്തിന്റെ പാണ്ടക്കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് പോയത് കൊണ്ടല്ല, മറിച്ച് മുത്ത് ഹബീബിനോടുള്ള പ്രേമമാ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നീയത്ത് ചെയ്തോ 3 തുണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെയും നിങ്ങളുടെയും മയ്യത്ത് ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ച് പലവയിട്ട് മണ്ണിട്ട് പോയോ? എല്ലാവരും പിരിഞ്ഞുപോയി, ആരുമില്ല. തലമോസ്താദ് പറഞ്ഞതുപോലെ ഒരു ചിട്ട സ്ഥലമില്ലേ, കാലികൾ മേനില്ലേ, പുല്ലുമുളച്ചു വന്ന് കന്നുകാലികൾ വരെ തിന്നുകൊണ്ടു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അകത്ത് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യമാണ്, ആരാണിതെന്നൊന്ന് പറയോ? എന്റെ മുത്തുനബിയാന്ന് പറയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ.